ചേച്ചിയുടെ വാക്ക് കേൾക്കുമ്പോ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടുന്ന ഒരു തോന്നൽ. എല്ലാം ശരിയാവും. ശ്രീ മഹേശ്വരൻ എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ടിരിക്കെ. രാഹുലേട്ടനും നീയും ഒരുമിച്ച് സന്തോഷത്തോടെ ഈ കൈലാസത്തിൽ കഴിയും. ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ. ഗംഗേച്ചിക്ക് അറിയാലോ, രാഹുലേട്ടൻ എന്റെ ജീവനാ. രാഹുലേട്ടന്റെ ഭാഗത്തുനിന്ന് സ്നേഹത്തോടെ ഒരു നോട്ടം മാത്രം മതി എന്നെ സന്തോഷിപ്പിക്കാൻ. എനിക്കറിയാം, രാഹുലേട്ടൻ നല്ലവനാ. രാഹുലേട്ടന്റെ ഉള്ളിൽ നന്മയുണ്ട്. നീ വേണം അത് പുറത്തു കൊണ്ടുവരാൻ. മനസ്സിലായി ചേച്ചി. എനിക്ക് സന്തോഷത്തോടെ ഇരിക്കെ. വൈകിട്ട് രാഹുലേട്ടൻ വരുന്നത് പഴയ നീ സ്നേഹിച്ച ആ രാഹുലേട്ടനായിട്ടായിരിക്കും. തൽക്കാലം സാറ് ഇതൊക്കെ നോക്കി ഒന്ന് പഠിക്കും. ബാക്കിയെല്ലാം പതിയെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരി, എന്നാ ജോയിട്ടൻ ചെല്ല്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി സാർ. ഞാൻ വിചാരിച്ചതിനേക്കാൾ ആസ്തിയുണ്ട് ഈ ജ്വല്ലറിക്ക്. ഇവിടെ സ്വർണം വിറ്റ് കിട്ടുന്ന കാശ് മാത്രം മതി 2 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാൻ. എങ്ങനെയോ ഇവിടെ കയറി പറ്റി. വൈകാതെ ഇതെല്ലാം എൻ്റെ കൈപ്പിടിയിലാക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ ഉടനെ ചെയ്യണം. ഈ ജ്വല്ലറിയിൽ വെറും മാനേജർ സ്ഥാനത്ത് ഒതുങ്ങേണ്ടവനല്ല ഞാൻ. കൈലാസത്തിലെ എല്ലാ സ്വത്തിൻ്റെയും പാതി അവകാശം ഞാൻ കൂടിയാണ്. അപ്പോൾ പിന്നെ ഈ ജ്വല്ലറി എൻ്റേതാക്കി മാറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിന് എൻ്റേതായ വഴി ഞാൻ നോക്കും. ചേച്ചി, ഗംഗേ, ചേച്ചി, ഇതെന്താ ഗംഗയുടെ മുഖത്തൊരു സന്തോഷം? സന്തോഷമുള്ള കാര്യം തന്നെയാ. അത് ചേച്ചിയുടെ കൂടി പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്താ ഗംഗേ? രാജിയുടെ സങ്കടങ്ങൾക്ക് ഇനി മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നു ചേച്ചി. ആഹാ, അതെന്താ? രാഹുലിന്റെ മനസ്സ് മാറിയോ? പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രാഹുലേട്ടന് ജോലിക്ക് പോകണമെന്നുള്ള ചിന്തയൊക്കെ വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ചിന്തയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ രാഹുലിന്റെ സ്വഭാവം വെച്ച് ജോലി ശരിയാകുന്ന കാര്യം സംശയ. ഇല്ല ചേച്ചി, മഹേട്ടൻ നമ്മുടെ ജ്വല്ലറിയിൽ തന്നെ ജോലി കൊടുത്തു. നമ്മുടെ ജുവലറിയിലോ? അതെ, സെയിൽസിൽ നിൽക്കാനാ മഹേട്ടൻ പറഞ്ഞത്. പക്ഷെ രാഹുലേട്ടനത് താല്പര്യമില്ലായിരുന്നു. മാനേജർ പോസ്റ്റെങ്കിലും വേണം എന്നായിരുന്നു രാഹുലേട്ടന്. മഹേട്ടന് ആദ്യം താല്പര്യം കാണിച്ചില്ല. പിന്നെ
രാജയുടെ അവസ്ഥ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയപ്പോ രാഹുലേട്ടനെ മാനേജറായിട്ട് നിയമിക്കാൻ സമ്മതിച്ചു. നീ കാണിച്ചത് വലിയ അബദ്ധമായി പോയി ഗംഗെ. എന്താ ചേച്ചി? രാജയെ ഓർത്താ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ രാജയ്ക്ക് കണ്ണുനീര് തോർന്നിട്ടില്ല. നല്ലൊരു ജോലിയായി കഴിയുമ്പോ രാഹുലേട്ടന്റെ സ്വഭാവം മാറിയാലോന്ന് കരുതിയാ ഞാൻ. നിന്റെ മനസ്സ് നല്ലതാ ഗംഗെ, പക്ഷെ മറ്റുള്ളവരങ്ങനെ ആകണമെന്നില്ല. രാഹുലിന്റെ പഴയ കാലം നിനക്കറിയാത്തതുകൊണ്ടാ നീ ഈ അബദ്ധം കാണിച്ച്. എന്താ ചേച്ചി, എന്താ പ്രശ്നം? രാഹുൽ പണ്ട് സ്വർണ്ണ കള്ളക്കടത്തിൽ പങ്കാളിയായിരുന്നു. ഒടുവിൽ മഹേട്ടൻ വളരെ കഷ്ടപ്പെട്ട അവനെ അതിൽ നിന്ന് പിന്മാറ്റിയത്. ശ്രീ മഹേശ്വര, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. എങ്ങനെയും രാജയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് മാത്രം ഞാൻ കരുതിയുള്ളൂ. നീ ടെൻഷനാവണ്ട. അരുതാത്തതൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ രാഹുൽ മാറിയിട്ടുണ്ടെങ്കിൽ പേടിക്കാനില്ല. അങ്ങനെ ആശ്വസിക്കാം അല്ലേ? അതെ. നീ രാഹുലിനെ കൂടുതൽ ശ്രദ്ധിക്കണം ഗംഗെ. നിന്റെ ഒരു കണ്ണ് എപ്പോഴും രാഹുലിന് മേലുണ്ടാവണം. ശരി ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ ജ്വല്ലറിയിൽ മഹേട്ടനും ഉണ്ടല്ലോ. അത് ശരിയാ. പക്ഷേ ആള് രാഹുല്. ജന്മനാ ക്രിമിനൽ സ്വഭാവമുള്ള ആളാ രാഹുല്. അവൻ ഈ ഭൂമിയിൽ അവനോട് മാത്രമേ സ്നേഹമുള്ളൂ. ആ ഒരു ഓർമ്മ എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ശ്രദ്ധിച്ചോളാം. ദേഹത്ത് കൊള്ളല്ലേ? എന്താ മാഡം നോക്കുന്നത്? ഒരു ചെയിൻ നോക്കണം. മാഡത്തിന് ഇഷ്ടമാവുന്ന ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അജയ, ഒന്ന് വന്നേ. ഇവർക്ക് വേണ്ട ചെയിൻസ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ശരി സർ. പുതിയ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വന്നത് നല്ല സമയത്താണ്. എനിക്ക് 1-2 നോസ്പിൻ കൂടെ നോക്കാനുണ്ട്. ഓ, അതിനെന്താ? നോസ് പിൻസിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പിന്നെ എല്ലാം വിശദമായിട്ട് തന്നെ ഇവർക്ക് കാണിച്ചു കൊടുക്കണം. ഇത്രയും നല്ല കസ്റ്റമർ സർവീസ് ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് ഒരു ജ്വല്ലറിയിലും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഹാപ്പിനെസ് ആണല്ലോ ഞങ്ങളുടെ വിജയം. മാഡം ഇതെല്ലാം ഒന്ന് നോക്കിയോ. രാഹുൽ എങ്ങനെയുണ്ട്? രാഹുൽ സാർ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ്. 1-2 പേര് രാഹുൽ സാറിനെ കുറിച്ച് എടുത്തു പറയുകയും ചെയ്തു. എന്തായാലും നന്നായി. രാഹുലിനെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. മാഡം ഇതൊന്ന് വെച്ച് നോക്ക്. അവനെ ഇവിടെ കൊണ്ടുവന്നത് ശരിയായ തീരുമാനമായിരുന്നല്ലോ. അത് മതി. തീർച്ചയായും ഇങ്ങനെ പോയാൽ അധികം താമസിക്കാതെ രാഹുൽ സാറ് നല്ലൊരു മാനേജരായിട്ട് മാറും. അതുകൊണ്ട് തന്നെ സാറ് നമ്മുടെ ജ്വല്ലറിക്ക് ഒരു അസറ്റ് തന്നെയാണ്. രാഹുലിനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കാനാ ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ അമ്മയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഗിഫ്റ്റായിരിക്കും രാഹുലിൻ്റെ ഈ മാറ്റം. സാർ അതൊന്ന് ഇട്ട് നോക്ക്. ഇനി രാഹുൽ സാറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷന് സാറിന് വേണ്ട. ഈ ജ്വല്ലറി രാഹുൽ സാറിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നു. ശരി സാർ. മോനെ, നീ തിരക്കിലാണോ മോനെ? ഇല്ലമ്മേ, കുഴപ്പമില്ല. ഞാൻ ജ്വല്ലറിയിലെ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ മാസത്തിലെ ഡീറ്റെയിൽസ് എല്ലാം നോക്കുമായിരുന്നു. നല്ലതാ. എത്രത്തോളം ഇൻവോൾവ് ആകുന്നോ അത്രയും കൂടുതൽ അറിവും കിട്ടും. അതിന് തന്നെയാ ഞാൻ ട്രൈ ചെയ്യുന്നമ്മേ. അമ്മ പറഞ്ഞതുപോലെ അറിവ് തന്നെയാണ് ആയുധം. ആ ജ്വല്ലറിയിൽ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതിനേക്കാൾ ഒരുപാട് സ്റ്റോക്ക് അല്ലാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ആണോ? അതെല്ലാം ഒറ്റയടിക്ക് ഒരുമിച്ച് നമ്മുടെ കയ്യിൽ വരണം. അതിൽ ആരും എന്നെ സംശയിക്കാനും പാടില്ല. അതെ, പക്ഷെ അതെങ്ങനെ ചെയ്യും?
അതിനൊരു വഴി കണ്ടുപിടിക്കണം. അതൊക്കെ നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാം. കോടികളുടെ സ്വർണമാണ്. അത് കിട്ടിയാൽ തന്നെ നമ്മുടെ കാര്യം സെറ്റിലായി. നമ്മുടെ പ്ലാന് വിജയിച്ച പിന്നെ ഞാൻ കോടീശ്വരന്. പിന്നെ അമ്മ ഒന്നും പേടിക്കണ്ട. ആരുടെ മുന്നിലും ഞങ്ങൾക്ക് വേണ്ടി അഭിനയിച്ച് നിൽക്കാൻ വേണ്ട. എല്ലാം സൂക്ഷിച്ചു വേണം ചെയ്യാൻ. നമുക്കെന്തായാലും ആരുടെ സഹായം ഇല്ലാതെ ഇത് ചെയ്യാൻ സാധിക്കില്ല. അതിന് നീ ഒപ്പം ചേർക്കുന്നവൻ ആരായാലും നന്നായി വിശ്വസിക്കാൻ സാധിക്കുന്നവനായിരിക്കണം. ഒടുവിൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയി പോകരുത്. നമ്മൾ കൂടെ ചേർക്കുന്നവൻ നമ്മളെ പറ്റിച്ച് മുഴുവൻ സ്വർണമായിട്ട് പോയാ അതോടെ എല്ലാം തീരും. അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാമേ. ഓരോ ചുവടും ശ്രദ്ധയോടെ വേണം മുന്നോട്ട് വെക്കാൻ. ആർക്കും ഒരു സംശയത്തിനും ഇട നൽകരുത്. റിസ്ക് എടുക്കാതെ ഒന്നും നേടാൻ സാധിക്കില്ലല്ലോ അമ്മേ. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ തരണം ചെയ്യാനാവുമെന്നുള്ള മനസ്സും ധൈര്യവും ഉണ്ടെങ്കിൽ വഴികൾ തനിയേ മുന്നിൽ തെളിയും. ശരിയാണ്. എന്നാലും എപ്പോഴും നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ മുന്നിലുണ്ടായിരിക്കണം. പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഉറപ്പാക്കിയിട്ടേ കള്ളന്മാര് മോഷ്ടിക്കാൻ തുടങ്ങൂ എന്ന് കേട്ടിട്ടില്ലേ? അറിയാം. എന്തെങ്കിലും തട്ടുകേടുണ്ടായാൽ നമ്മൾ പിടിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകളും ഞാൻ ചെയ്തോളാം. ആ, അത് മതി. അല്ല, അമ്മ രേഷ്മയോട് എന്തെങ്കിലും സൂചിപ്പിച്ചായിരുന്നോ? ഇല്ല, അവള് അജിത്തിന്റെ വീട്ടിലല്ലേ. ഇത്തരം കാര്യങ്ങളൊന്നും ഫോണിൽ പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിലും അവളൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. എല്ലാം നേടിയ ശേഷം അവൾക്കുള്ളത് നമ്മൾ കൊടുത്താ പോരെ? അങ്ങനെ ചെയ്യാം. ശരി, എങ്കിൽ നിന്റെ ജോലി നടക്കട്ടെ. രാഹുല് ഞാൻ വിചാരിച്ച പോലെ അല്ല. എന്താ മഹേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് അതല്ല, ഈ ജ്വല്ലറിയിലെ കാര്യങ്ങളെല്ലാം നല്ല ഉത്തരവാദിത്തത്തോടെയാ രാഹുൽ നോക്കുന്നത്. പലപ്പോഴും ഞാൻ കരുതിയതിലും പക്വത അവൻ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ മുമ്പേ രാഹുലിനെ ജോലി ഏൽപ്പിക്കേണ്ടതായിരുന്നു. രാഹുൽ പണ്ട് സ്വർണ്ണ കള്ളക്കടത്തിലെ പങ്കാളിയായിരുന്നു. ഒടുവിൽ മഹേട്ടൻ വളരെ കഷ്ടപ്പെട്ട അവനെ അതിൽ നിന്ന് പിന്മാറ്റിയത്. എങ്ങനെ? ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? ഉണ്ട്. പിന്നെന്താ ഒന്നും മിണ്ടാത്തെ? മഹേട്ടൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴാ ചിന്തിച്ചത്. നമ്മുടെ സ്ഥാപനങ്ങള് ഇന്നത്തെ നിലയിലെത്തിക്കാൻ മഹേട്ടന്റെ വലിയൊരു കഷ്ടപ്പാട് തന്നെയുണ്ട്. അതുകൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും മഹേട്ടന് നല്ല ശ്രദ്ധ വേണം. ഇനി ഞാൻ അല്പം ഉഴപ്പിയാലും സാരമൊന്നുമില്ല. എല്ലാം ഭംഗിയായിട്ട് രാഹുൽ നോക്കിക്കോളും. അതല്ല മഹേട്ടാ, എത്ര അടുത്ത ബന്ധുവായാലും ജ്വല്ലറി ബിസിനസ്സിൽ സൂക്ഷിക്കണം. അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതെന്താ ഗംഗേ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? രാഹുലിന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് നീ കൂടിയല്ലേ? അതെ, പക്ഷേ എന്താ ഗംഗേ, എന്തായാലും കാര്യം പറയൂ. അങ്ങനൊന്നുമില്ല മഹേട്ടാ, ഞാൻ മൊത്തത്തിൽ പറഞ്ഞേ ഉള്ളൂ. അതല്ല, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. ഏയ്, മഹേട്ടന് വെറുതെ തോന്നുന്നതാ. എല്ലായിടത്തും മഹേട്ടൻ ജയിക്കണം. മഹേട്ടന്റെ ഒരു കഷ്ടപ്പാടും വെറുതെ ആവരുത്. എനിക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനിപ്പോ എന്താ ഉണ്ടായത്? ഇപ്പൊ ഞാൻ തനിച്ചല്ല. കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കാൻ രാഹുലും കൂടെയുണ്ട്. ഇനി നമ്മുടെ ബിസിനസ്സിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നീ ടെൻഷൻ ആവണ്ട, സമാധാനമായിട്ടിരിക്കുക. എനിക്ക് ഇപ്പൊ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. എൻ്റെ അമ്മയോടുള്ള വലിയൊരു കടമ കൂടി എനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ. എന്റെ ശ്രീമൈശ്വര, മഹേട്ടന്റെ അധ്വാനം ആ ജ്വല്ലറി, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ. ഹലോ, ഒന്ന് കിടക്കേ. വാ. ശരി മഹേട്ട.
അമ്മ ഒന്ന്. അമ്മേ, ഇതാ ഞാൻ പറഞ്ഞ ആള്. പേര് ഭദ്രൻ. നന്നായി. സ്വർണ്ണം എടുക്കാനുള്ള പ്ലാനെല്ലാം റെഡിയായോ? ഞാൻ കുറച്ച് ഐഡിയകൾ പറയാം. ശരി, പറയൂ. ഇതൊക്കെ പ്രാക്ടിക്കലായി നടക്കാൻ വലിയ ബുദ്ധിമുട്ടാ. നടന്നാലും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇവനോ ഞാനോ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുറച്ചുകൂടി നല്ല ഏതെങ്കിലും പ്ലാൻ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഒറ്റയടിക്ക് മുഴുവൻ സ്വർണം എടുക്കാൻ സാധിക്കണം. ഒരു തുരങ്കം ഉണ്ടാക്കി ജ്വല്ലറി കയറിയാൽ എളുപ്പമായിരിക്കും. ഞായറാഴ്ച കട അവധിയാണല്ലോ. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ചയുമായി പണി നടത്താം. വെറുതെ അകത്ത് കയറിയതുകൊണ്ടൊന്നും കാര്യമില്ല. വലിയ ലോക്കറിനുള്ളില സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത്. അത് തുറക്കാനോ പൊളിക്കാനോ ഒന്നും സാധിക്കില്ല. പിന്നെന്ത് ചെയ്യും? ഞാൻ ഒരു ഐഡിയ പറയാം. ഇത് കുഴപ്പമില്ല. അതെ, ഇത് കൊള്ളാം. എങ്കിൽ നമുക്കിത് ഫിക്സ് ചെയ്യാം. കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ ഭദ്രനെ വിളിക്കാം. എന്താ? ശരി സാർ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ചെല്ലു. ഞാൻ വരട്ടെ. ഡ്രസ്സ് അയൺ ചെയ്ത് കഴിഞ്ഞു രാജി? ഇതാ കഴിയുന്നു. ചുളുക്കുണ്ടോ നോക്ക് രാഹുലേട്ടാ. നീ ഇതൊന്നും വിട്ടില്ലേ? നന്നായിട്ടുണ്ട്. നീ ഇപ്പം എല്ലാം പഠിച്ചു. ഞാൻ രാഹുലേട്ടിന് ചായ എടുത്തോണ്ട് വരാം. ചായയൊക്കെ ഞാൻ നേരത്തെ കുടിച്ചതാ. നീ കഴിച്ചോ? കഴിച്ചു. നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഈ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും? ഇത്ര ദിവസമായിട്ടും നീ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും വേണോന്ന് ഞാനും ചോദിച്ചിട്ടില്ല. എന്ത് വേണമെങ്കിലും നീ മടിക്കാതെ പറഞ്ഞു. എനിക്ക് ഒന്നും വേണ്ട രാഹുലേട്ടാ. ഒരേ ഒരു ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളൂ. എന്താ? രാഹുലേട്ടന് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി ഇതുപോലെ എന്നും എന്നോട് സ്നേഹത്തോടെ പെരുമാറണം. എനിക്കതിന് ദേഷ്യമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്നലെ മുതൽ ജ്വല്ലറിയിൽ പോയി തുടങ്ങിയില്ലേ? നിന്റെ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ രാഹുലേട്ടന് വേണ്ടി അല്ലാതെ വേറെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനോ? എന്റെ എല്ലാ രാഹുലേട്ടനല്ലേ. നിങ്ങൾ രണ്ടാളെയും സന്തോഷത്തോടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സ് നടന്നു. അതെ, ഇവിടെ വന്നതിൽ പിന്നെ രാജിയുടെ മുഖത്ത് ഇത്രയും സന്തോഷം കാണുന്ന ആദ്യമായിട്ടാ. സത്യം പറയാലോട്ടാ, എനിക്കും ഇപ്പോൾ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നുണ്ട്.
ജീവിക്കണമെന്ന് തന്നെ തോന്നുന്നത് ഇപ്പോഴാണ്. ഇനി എന്നും രണ്ടാളും ഇതുപോലെ സന്തോഷത്തോടെ ഒന്നിച്ചുണ്ടാവണം. എല്ലാത്തിനും കാരണം നീയോ മഹി. നീ വേണ്ടതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാ ഇവിടെ ഓരോ ഐശ്വര്യങ്ങൾ ഉണ്ടാവുന്നത്. അമ്മ പറഞ്ഞത് ശരിയാ. എന്റെ ജീവിതത്തിൽ വെളിച്ചം വന്നതിന് കാരണം മഹിയേട്ടനും ഗംഗേച്ചിയാ.